മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുന്ന സമയത്ത് എവിക്ഷനിലുള്ള 6 പേരെയും ലാലേട്ടൻ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തുന്നു. എന്നിട്ട് അവർ 6 പേരോടും ഓരോരുത്തരോടായിട്ട് അവരേറ്റവും കൂടുതൽ ഈ വീട്ടിൽ മനസ്സിലാക്കിയ വ്യക്തി ആരാണെന്നും ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ഏറ്റവും സങ്കടമുള്ള കാര്യവും എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ ആര്യനോടും ചോദിക്കുന്നു. പിന്നെ ആര്യനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും എല്ലാവരെയും പോലെ നമുക്കും അറിയാം, ജിസേലിൻ്റെ പേര് തന്നെയാണ് ആര്യൻ പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, ജിസേലിന് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണ്? അതിന് നമ്മുടെ ആര്യൻ ലാലേട്ടനോട് പറയുന്ന മറുപടി, കഴിഞ്ഞ ദിവസം ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് ഗസ്റ്റായിട്ട് ഷിയാസും ശോഭയും വന്നിരുന്നു. അവർ വന്ന സമയത്ത് നമ്മുടെ ജിസേലിനോട് പറഞ്ഞു, നിനക്ക് പ്രായം കുറച്ച് കൂടുതലല്ലേ, എന്തിനാ ആര്യൻ്റെ കൂടെ നടക്കുന്നത്, അവൻ കൊച്ചല്ലേ എന്ന്. ആ കാര്യമാണ് ജിസേലിന് ഏറ്റവും സങ്കടമുള്ളതെന്നാണ് ആര്യൻ പറയുന്നത്. ലൈവും എപ്പിസോഡും കണ്ടവർക്കറിയാം, ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് ശോഭയും റിയാസും നമ്മുടെ ജിസേലിനോട് പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുക, ആര്യനുമായിട്ട് അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ആ കോംബോ വേണ്ട എന്ന്. എന്നാൽ അത് നല്ല രീതിയിൽ ജിസേൽ എടുത്ത് നല്ല രീതിയിൽ കളിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ അത് അക്ഷരം പ്രതി തെറ്റാതെ നമ്മുടെ ജിസേൽ ആര്യനോട് വന്ന് പറഞ്ഞു. ആ ഒരു കാര്യമാണ് ജിസേലിന് സങ്കടമുണ്ടാക്കിയതെന്നാണ് ആര്യൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നു, എങ്കിൽ ജിസേലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന്. അതിന് ആര്യൻ പറയുന്ന മറുപടി, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ജിസേലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുപോലെ തന്നെ എനിക്ക് ഫുഡ് മാറ്റി വെക്കുന്നതും ജിസേലിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന്. എന്തായാലും ഫുഡ് ഉണ്ടാക്കി എല്ലാവരെയും കൊടുക്കുന്നതും ജിസേലിൻ്റെ ഒരു സേഫ് ഗെയിമായിട്ടാണ് ഇപ്പോൾ ഹൗസിനുള്ളിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും കരുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ അക്ബറും അനുമോളും ഒനിയിലും അഭിലാഷൊക്കെ ഒരു ചർച്ച നടന്നിരുന്നു. എന്തായാലും ജിസേലിനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജിസേലിന് ഒരു ഉപകാരമായിട്ട് നമ്മുടെ ശോഭയും റിയാസൊക്കെ പറഞ്ഞ കാര്യമായിരുന്നു ആര്യൻ ജിസേൽ കോംബോയുടെ കാര്യം. ഇവരുടെ കോംബോ പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്നും ശോഭ വളരെ വ്യക്തമായി ജിസേലിന് പറഞ്ഞു കൊടുത്താണ്. പക്ഷേ അത് ജിസേലിന് വളരെ സങ്കടമുള്ള കാര്യമാണെന്നാണ് ആര്യൻ പറയുന്നത്. ജിസേല് ഈ കോംബോ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.